ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അഞ്ജോണ കേട്ടോ. ലെറ്റ്സ് ടോക്കിലൂടെ ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് സംസാരം ഹാനികരമാകാതെ സൂക്ഷിക്കുക എന്ന് വെച്ചാൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന ബോധം ഇല്ല എന്ന് വരുമ്പോൾ ചിലപ്പോൾ സംസാരം നമുക്ക് ഹാനികരമാകാം. നിങ്ങൾ സ്പീക്ക് ടു ഹീൽ, നോട്ട് ടു ഹൗട്ട് എന്ന് കേട്ടിട്ടുണ്ടോ? വാവിട്ട വാക്കും കൈവിട്ട ആയുധവും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്ന് പഴമക്കാര് പറയാറുണ്ട്. അതുപോലെ നമ്മൾ സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ വാക്കായാലും പ്രവൃത്തിയായാലും സൂക്ഷിച്ചും കണ്ടും പറയുന്നതും പ്രവർത്തിക്കുന്നതും ആരോഗ്യകരമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ ഏറ്റവും അനിവാര്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. ഒരു വാക്ക് ഒരു നല്ല ബന്ധം തുടങ്ങുന്നത് പോലെ തന്നെ ഒരു വാക്ക് മതി ഒരു ബന്ധം അവിടെ അവസാനിക്കാനും. നിങ്ങൾ ഒരു കാര്യം ഉൾക്കൊള്ളുന്ന പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആള് അത് ഉൾക്കൊള്ളുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം മറ്റൊരാളിലേക്ക് എത്തുമ്പോൾ അത് അവരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുകയോ അല്ലെങ്കിൽ കൺഫ്യൂഷനിലേക്ക് കൊണ്ടുപോവുകയോ അല്ലെങ്കിൽ ഒരു വല്ലാത്ത മോശമായ ഒരു തലത്തിലേക്ക് അവരെ മാറ്റുകയോ ചെയ്യുന്നതിന് ഒരു കാരണമാകാം. നമ്മൾ വിചാരിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് വിചാരിച്ചത് ആ രീതിയിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഉൾക്കൊള്ളണമെന്ന് നമുക്ക് ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റില്ല. ചില കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നതിനിടയിൽ ഭയങ്കര ഒച്ചയെടുത്ത് ഭയങ്കര കോലാഹല രൂപത്തിൽ ആ ഒരു വിഷയത്തെ അവതരിപ്പിക്കാനായിട്ട് ശ്രമിക്കും. ആ കോലാഹലം ഉണ്ടാക്കുന്നതാണ് അവരെ സംബന്ധിച്ച് അത് ഏറ്റവും അടിപൊളി അല്ലെങ്കിൽ അവരെ ശക്തരാക്കുന്നത് എന്ന ഒരു മിഥ്യാധാരണ പൊതുവെ കുറെ പേരിലെങ്കിലും ഉണ്ട്. ഏതൊരു കാര്യവും ശാന്തമായും സമാധാനത്തോടെയും സിറ്റുവേഷൻസ് മനസ്സിലാക്കി അവതരിപ്പിക്കാൻ കഴിയുന്നതാണ് ഏറ്റവും നല്ല സ്ട്രെങ്ത് എന്ന് പറയുന്നത്. എന്നാൽ ഈ ഒരു ക്വാളിറ്റി അധികം ആർക്കും ഇല്ല എന്നതാണ് പച്ചയായ യാഥാർത്ഥ്യം. ഏതൊരു കാര്യവും നമ്മൾ സംസാരിക്കുന്നതിന് മുന്നേ ഇത് ശരിയാണോ ഉള്ളതാണോ എന്നുള്ള ഒരു തിരിച്ചറിവ് ആദ്യം വേണം. അതിന് ഒബ്സർവേഷൻ നിങ്ങളെ സഹായിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, കേട്ടതോ കണ്ടതോ അല്ലെങ്കിൽ അറിഞ്ഞതോ ആയിട്ടുള്ള കാര്യം ഇവിടെ ഇപ്പൊ പറയേണ്ട കാര്യമുണ്ടോ? അപ്പൊ നമ്മൾ അവിടെ സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന്, സാഹചര്യത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പൊ ചില കാര്യങ്ങൾ ചില സ്ഥലങ്ങളിൽ നമുക്കത് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. ഏതൊരു കാര്യവും അത് ഒന്ന് ഞാൻ പറയണോ അല്ലെങ്കിൽ ഞാൻ അറിഞ്ഞത് സത്യമാണോ എന്നതിനപ്പുറത്തേക്ക് അത് ഞാൻ ഇവിടെ പ്രസ്താവിക്കണോ എന്നുള്ളത് കൂടി ചിന്തിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം, ഞാൻ ഇത് പറഞ്ഞു, നാളെ എനിക്കോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കോ ഹേർട്ട് ആവുകയോ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന മറ്റൊരാൾ ഇത് ഞാൻ പറഞ്ഞ കാര്യത്തെ മുതലാക്കാനുള്ള ഒരു ശ്രമം നടത്തുകയോ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് എനിക്കെതിരെയോ ഞാൻ പറയാൻ പോകുന്ന കാര്യത്തിനെതിരെയോ ഉള്ള ഒരു വെപ്പണാക്കി എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുകൂടി നമ്മൾ ചിന്തിക്കണം. ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശരിക്കും ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംസാരത്തിലും അതിൻ്റെതായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. കേൾക്കുന്ന മനസ്സിലാക്കുന്ന മനുഷ്യരെ നമ്മൾക്ക് നേടിയെടുക്കാൻ അല്ലെങ്കിൽ നമ്മളിലേക്ക് എത്തിച്ചേരാൻ വർഷങ്ങളാണ് എടുക്കുന്നത്. എന്നാൽ നിങ്ങളുടെ സംസാരം അല്ലെങ്കിൽ സംസാര രീതി നിങ്ങൾ സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന നല്ല മനുഷ്യരെ ഒറ്റ നിമിഷം കൊണ്ട് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി നഷ്ടപ്പെടാനും നിങ്ങളുടെ സംസാരം ഒരു കാരണമായേക്കാം. സംസാര ഹാനികരമാകാതെ ആരോഗ്യകരമായ ബന്ധങ്ങളെ ഒക്കെ തന്നെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. മറ്റൊരു കോണ്ടന്റുമായി നമുക്ക് കാണാം മറ്റൊരു വീഡിയോയിലൂടെ.